രാമപുരവാളെ ചെണ്ടപ്പുറത്ത് ചതിയും കള്ളവുമില്ല. നേരെ നിന്ന് കൊട്ടിത്തോൽപ്പിച്ചാൽ ദേവനാരായണൻ അടിയറവ് പറയും, വേണ്ടി വന്ന ക്ഷൗരം ചെയ്തു തരും. തന്തയില്ലാഴ് കാണിച്ചാലുണ്ടല്ലോ വെട്ടു ഞാൻ ഈ കയ്യ്. കുമാരാ, വണ്ടി എടുക്ക. ഒന്ന് ഓഫീസ് വരെ വന്ന് ആ വൗച്ചറിൽ ഉറപ്പിട്ടാൽ. വേണ്ട എനിക്ക് പ്രതിഫലം. അത് ഈ കള്ളപ്പൊതുവാളുടെ ശവസംസ്കാരത്തിന് എന്റെ വക സംഭാവനയായിട്ട് ചുറ്റെഴുതിക്കോളൂ. വരിക. എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ, എന്നോട് പറഞ്ഞൂടെ? ഇനി പുതിയൊരു ജോലി തേടണം. അപ്പൊ ഉണ്ടായിരുന്ന ജോലിയോ? ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ? ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? നായിന്റെ മോനെ, ഞങ്ങളെയൊക്കെ വഞ്ചിച്ചിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കാണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. ഒരു പുല്ലും പറയണ്ടതാ. നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളെ ഒത്തുകൊടുക്കുക.
ചേട്ടനോടില്ല. അയ്യോ, എന്താ എന്തു പറ്റി? കുറെ റൗഡികൾ ചേർന്ന് എന്റെ ഭദ്രേട്ടനെ. ഏ? വാ. അപ്പോ മായനെ എല്ലാവരും ചേർന്ന് സമ്മതിപ്പിച്ചടാ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണെന്ന്. പോക്കായിരിക്കും അല്ലേ? നിന്നെ കാരണം നാട്ടിൽ പെമ്പിള്ളാർക്ക് ജീവിക്കാനൊക്കില്ല അല്ലടാ തണ്ടയില്ലാത്തോനെ.
വണ്ടി എങ്ങും നിർത്തരുത്, കത്തിച്ചു വിട്ടോ. വിട്ടോ. ഹാജി സാബ്, ഐ ചേഞ്ച് മൈ മൈൻഡ്. ശത്രുവല്ല ഞാൻ, മിത്രമാണ്. യു ആർ മൈ ഫ്രണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. ലെറ്റ് us finish our conflicts. സത്യമാണ് ഹാജി സാബ്, ഐ am not your enemy. Why are you so tensed up? എന്തിനാണ് ഭയപ്പെടുന്നത്? ബഷീർ ഭായ്, what happened to your boss? എന്ത് അനാവശ്യമാണ് നീ കാണിച്ചത്? Why did you trespass into my area? Why? എന്റെ രഹസ്യങ്ങളുടെ അണ്ണാക്കിലേക്ക് നിന്റെ തിരുവല്ലക്കാരൻ പത്രക്കാരനെ കുത്തിക്കേറ്റത് എന്തിനെന്ന്? ഓക്കേ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ആവർത്തിക്കരുത്. യെസ്, ഇനി നീ ആവർത്തിക്കില്ല. Never. Thank you, Bashir. Take him. അവളോട് ചോദിച്ചാ മതി. തമാശ കളിക്കണോ? എടുക്കണ കാശ് എടുക്ക. ആ അങ്ങനെ വരട്ടെ. ഇവിടെ നോക്ക്. ദാസോ 7 o'clock പുള്ളി ഷാപ്പിലാണ്. 1 o'clock ഫൈൻ സ്ലീപ്പ്. 9 o'clock ദാസ് വേക്കപ്പ്. ഇപ്പൊ സമയത്രേ? 10:30. ലണ്ടനിലെ ദാസ് ഫ്രഷ് അപ്പ്.
പുറത്തേക്ക് വാടാ. ഞാനെന്തിനാ പുറത്തോട്ട് പറഞ്ഞത്? നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ അകത്തോട്ട് വാടാ. അല്ല പിന്നെ അവൻ അടിച്ച് പൂക്കി എടുത്തോട്ട് വാടാ. കൃത്യസമയത്ത് വന്നല്ലോ, കുറച്ച് വെള്ളം എടുത്തു തരൂ. അളിയാ അത് കണ്ടോ? ചേട്ടാ, ഇവൻ ആള് നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ. ഒരു മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടുന്ന സ്ഥലം ഇത് മാത്ര. അവിടെ ഒരു സ്വൈരം തരില്ലേടാ. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ ബാർ വന്ന് അടിച്ചു തരത്തില്ലേ? എത്ര രൂപ നഷ്ടം എന്നറിയോ? നിന്റെ തന്ത തരുവാടാ. അയ്യേ, ലേറ്റ് ആയി പോയി മക്കളെ. ഇപ്പൊ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ, വേണേ പോയി എടുത്തോടാ. എന്താടാ കളിയാക്കാണോ? മര്യാദക്ക് കാഴ്ച തന്നില്ലെങ്കിൽ നിന്റെ കിഡ്നി ഞങ്ങൾ എടുക്കും. അയ്യേ, ഇതാര കിഡ്നിയുടെ ഡോക്ടറാ? നിനക്ക് കിഡ്നി വേണാ? വാടാ, എടുത്തോ. എടുത്തോ. ഇപ്പൊ സമയം എന്തായി? 11. ആ ദാസിന് ഇത് ജോഗിംഗ് ടൈമാ. ദേവരനെല്ലാം കൂടി കുറച്ച് ശ്വാസം വിടാ. പറമ്പി കിടക്കാനുള്ളതിന് ദേവന്ന് ഉസ്താദ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് ആകെ ഉണ്ടായിരുന്നു ഒരു ബാറ്. ഇപ്പൊ 10 ബാറ്, 4 ജീപ്പ്, 2 കീപ്പ്. ഈ നാറ്റം പിടിച്ച ശരീരം കഴുകുന്നതിന് ഡസൻ കണക്ക് സ്വാപ്പ്. ഇത് നല്ലതിനാ. അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്റെ ബാറിൽ വെള്ളം അടിക്കാൻ വന്നാ നീ എന്നെ തല്ല ആളെ കൂട്ടി വരുവാടാ. കസ്റ്റമർ ദൈവത്തെ പോലെയാ. കൈകൂപ്പി നീ രക്ഷപ്പെട്ടോന്ന് കരുതണ്ട. എന്നെങ്കിലും നിന്നെ ഞങ്ങൾ പോക്കും.
ജീവിതത്തിൽ ആകെ 2 പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ണർ യൂസുഫ് ഖാൻ. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ DIG മാരാ, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡി കിട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചതച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച 2 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർക്ക് അയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഐ വിറ്റ്നസ് ആണ് നീ. അല്ലേ നാസർ, ആരാണ് നോക്ക്. ഈ ബോർഡ് രണ്ടിടത്ത് മാറ്റിയിട് വേഗം. എടുക്കടാ. കാശ് ഒന്ന് പറ്റിക്കണോടാ. മായയെ കാണാമെന്നവരൊക്കെ പോയി. ഇപ്പൊ മായയുടെ അടുത്ത് ആരുമില്ല. നീ ഞാൻ ചെല്ല്.
നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം. അവന്മാര് മായ ഉപദ്രവിക്കുക ഇനിയും വന്നാലോ? ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി മിക്കവാറും അവര് വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കും. പട്ടിണിയും കടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തൂത്താ പോവോ? അതാ ദാസ്. അയ്യോ തള്ളേ ദേ പറഞ്ഞു നിക്കടവിടെ അയ്യോ കത്തിയകത്ത് പോയി. ഇത് കൊലയല്ല, കൊലയല്ല, ആത്മഹത്യ. എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. അവൻ തന്നെയാ. എന്തായാലും ഈ നാടകം കളി ഇതിനൊക്കെ നല്ല മറയാ. ഒരുവിധപ്പെട്ടവരൊന്നും സംശയിക്കത്തില്ല കേട്ടോ. ഹലോ ബഷീർ റിവേഴ്സ്.
കാശി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാര്. രണ്ടിന്റെ മയ്യത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ കെട്ടിത്തഴുത്തും. അയ്യോ, നടക്കടാ. നടക്കാൻ. നടക്കടാ. മരത്തെ പിടിച്ചു കേട്ടടാ. കാശിയുടെ ഞാൻ ഇവിടെ ഉണ്ട്. എമ്മന്നെ എല്ലാവരും ചത്ത. അതാരെങ്കിലും ബാക്കിയുണ്ടാ? മാറു. ആരെയും കാണുന്നില്ലല്ലോ. നമ്മൾ വരുമെന്നാരും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഹലോ സാർ, വേറെ ആരുമല്ല, ഞങ്ങളാ കൊടുത്തത്. ചുമ്മാ പി പീന്ന് സൗണ്ട് കൊടുത്താലേ ഗുണ്ടകള് മാത്രമല്ല കുളത്തിലെ മാക്രികൾ വരെ പാക്കൊന്ന് പായും. അങ്ങനെയാണെങ്കിൽ സൈറൻ പോലും അടിക്കരുതെന്നാണോ പറയുന്നത്? ബ്രേക്കിന്റെ ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. ഇത്രയും ദൂരം വന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലേ നാണക്കേടാ. സാറേ, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. വണ്ടി പുറകിലോട്ട് പോട്ടെ. വിശ്വസിക്കും സാർ, വണ്ടി പുറകിലേക്ക് പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. ഗോ ബാക്ക് റണ്ണിങ്. വേഗം. പോകാൻ പറഞ്ഞില്ലേ? എങ്ങനെ സൗണ്ട് കൊടുത്ത് മുന്നിലേക്ക് വന്നോ അതുപോലെ സൗണ്ട് കൊടുത്ത് പുറകിലേക്ക് പോക്കോ.
ഇവനൊരു പ്രത്യേക ടൈപ്പാണല്ലോ സാറേ. സാർ ഒന്ന് സൂക്ഷിക്കണേ, വണ്ടി തട്ടും. ഇപ്പൊ കണ്ട കലാപരിപാടി. ഇവൻ പോലീസോ എവിടെടാ? ക്രിമിനലോ? ക്രിമിനൽ പോലീസ്. പുറത്ത് വാടാ. അമ്മയുടെ മുലപ്പാല് കുടിച്ചിരിക്കണവരുണ്ടെങ്കിൽ വാടാ, വാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, മീശ വെച്ച ആണുങ്ങളുണ്ടെങ്കിൽ വാടാ. ഏയ്! ആ! ഞാൻ ഒറ്റയ്ക്കാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. ഈ കിഴങ്ങന് വരെ പോസ്റ്റർ അടിച്ചേക്കണ. എവിടാ സാധനം? നീ ഞങ്ങളുടെ നേതാവിന്റെ പോസ്റ്റർ എന്തൊരു അടിപൊളി അടിയായിരുന്നു ചേട്ടാ. ചേട്ടൻ അടിച്ചാടി ഗോവിന്ദന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ പാർട്ടി ഏതാ? ഞാനും ഓപ്പോസിറ്റ് പാർട്ടിയാ. മോന്തിന്ന് നേരെ നിർത്തിയേ. നീ പുറത്തു വരാൻ വേണ്ടിയാ ഞാൻ അവനെ പൂശിയത്. നേതാവേ, ഇപ്പൊ കണ്ടോ സാർ, 2 ഗ്രൂപ്പ് വരെ അവർ തമ്മിലടിച്ച് ചാകും. ബാക്കിയുള്ളവരെ നമുക്ക് കൊണ്ടുപോകാം. സിമ്പിള്. എല്ലാവരും നിർത്തടാ. അതെ, എല്ലാവരും നിർത്താം. മതി, ഇതുവരെ ചീറ്റിയ രക്തം മതി, ഇതുവരെ കൊടുത്ത ജീവനും മതി. ഇനി മുതൽ വേണ്ട. എന്റെ ആളുകളെ അടിച്ച നിങ്ങളുടെ ആളുകളും നിങ്ങളെ അടിച്ച എന്റെ ആളുകൾ അന്യോന്യം വെട്ടിച്ചാവുന്നു. ഇങ്ങനെ പോയാൽ ആരും ഉണ്ടാവില്ല. അവസാനം ഞാൻ പോലും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ പോസ്റ്റർ എവിടെയെങ്കിലും കണ്ട നിങ്ങളുടെ ആൾക്കാർ ചാണകം എടുത്ത് എറിയുന്നു. അതെനിക്ക് ഭയങ്കര നാണക്കേടാ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് നിങ്ങളുടെ ആൾക്കാരോട് പോസ്റ്ററിൽ ചാണകം പറഞ്ഞപ്പോ ഇത്ര ഫീലിങ്സ്. അപ്പൊ നേരിട്ട് അറിഞ്ഞായിരിക്കും. ചേട്ടാ, മനുഷ്യന്റെ ഐറ്റവും പശുവിന്റെ ഐറ്റവും കുഴച്ചാണ് അറിഞ്ഞത്. ഈ ആരുടെ ഗ്രൂപ്പാണ്? ഓപ്പോസിറ്റ് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണ്? ഓപ്പോസിറ്റ് ഗ്രൂപ്പ്. നീ ആരാന്ന് പറയടാ. പോലീസാടാ. എങ്ങനെയുണ്ട്? കുറച്ച് കഴിഞ്ഞാലേ കുറെ എണ്ണം ചാവും. ബാക്കി പെറുക്കി കൊണ്ടുപോവാം. കൈ എഴുകട്ടെ. തന്നെ ഹൈദർ മരക്കാരൊക്കെ കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ? ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്റെയൊക്കെ ലോഡി. എവിടെ ഹൈദർ മരക്കാർ? ഇന്റൻസി കയറിയിട്ടുണ്ട്. ഞാൻ പറയാതെ യുവമാരെ പുറത്തു വിടരുത്. നരുമാൻ, വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാച്ചാർ എത്തിയെന്നറിഞ്ഞു. കണ്ടംന്റെ സെല്ലിൽ കിടക്കേണ്ട ആൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ DAGക്ക് അതിർത്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്കുമരച്ചോട്ടിൽ തലയെ കുറിച്ച് നിന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. എഴുതേക്ക്. സോറി സാർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആകൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഇവിടെ വെച്ച് തൂക്കിക്കൊല്ലാൻ നിയമം പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല, പിന്നല്ലേ? മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകൂ. എടോ, തന്റെ ഈ DAG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ലേ? 5-5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി.
Hey, Barwaji. What happened to you, Barwaji? The answer is very simple. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. Oh, it's you. യാ, ദൈവത്തിനുള്ളത് ദൈവത്തിനും മുഹമ്മദിനുള്ളത് മുഹമ്മദിനും. എനിക്ക് നിന്നെ വേണമായിരുന്നു. നിന്റെ മൾട്ടി കോർപ്പറേഷന്റെ പവറും പൊളിറ്റിക്കൽ സ്ട്രെങ്തും ഇല്ലാതെ അന്ന് നീ പറഞ്ഞ എക്സ്ട്രാ മസിൽ പവറുമായി നിന്നെ എനിക്ക് കിട്ടണമായിരുന്നു. ആസ്ട്രിക്സ് കോമിക്സ് പോലുള്ള കുട്ടിക്കഥയിലെ വില കുറഞ്ഞ തമാശ കേൾക്കാനല്ല മുഹമ്മദ് ഞാൻ വന്നത്. എങ്കിൽ നല്ല വില കൂടിയ കഥകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവനെപ്പോലുള്ള സർവ്വ സൈന്യാധിപന്മാരെ ഉപയോഗിച്ച് കാശ്മീറും കലാപങ്ങളും ആയുധവർഷങ്ങളും 101 ആവർത്തിച്ച് നീ കൊയ്തു കൂട്ടിയ ബില്യൺസിന്റെ കഥകൾ. യുദ്ധ ഫണ്ടിന്റെ കെട്ടഴിച്ചു വാങ്ങിയ AK-47 എന്ന ആയുധത്തിന് പകരം നീ ലോക്കൽ ലൈറ്റ് യന്ത്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത റിവേർബ് നോട്ട് ഫിക്സ് ചെയ്ത കളിത്തോക്കുകൾ മതേതരത്വവും മനുഷ്യത്വവുമുള്ള പാവം ഇന്ത്യൻ ജവാന്മാരുടെ കയ്യിൽ വെച്ചുകൊടുത്ത ചതിയുടെ കഥ. എന്നിട്ട് ആ ആയുധം ശത്രുവിന് മറിച്ചു വിൽക്കുന്ന നിന്റെ മൾട്ടിപർപ്പസ് ബിസിനസ്, കിങ്ഡം ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ഫർവർ, ഷെട്ടി കോർപ്പറേഷനിലെ ഷെട്ടി എന്ന ഇൻഹ്യൂമൻ ബീസ്റ്റിന്റെ ഹിസ്റ്ററി, ദ റിയൽ ഹിസ്റ്ററി. എന്താ നിഷേധിക്കാനാവുമോ നിനക്കതൊക്കെ? Yes, നീ പറഞ്ഞതൊക്കെ ട്രൂ സ്റ്റോറീസ്. I am a beast, a civilized beast. അങ്ങനെ സംസ്കാരം ഉണ്ടായപ്പോ ലോകത്തിന്റെ എല്ലാ മുക്കിലും സൈന്യം സിവിലിയൻ ഭരണം പിടിച്ചടക്കുന്നത് കണ്ട് ഇവിടെയും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോയ ഒരു ഓട്ടോക്രാറ്റ്. Yeah, I already told you that you are not a playmate for me. അതെ, you can't reach beyond my range. പിന്നെ ഈ ബറുവാജിയെ വെച്ച് എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ നിന്റെ പ്ലേയിൽ നിനക്ക് ചെറിയൊരു പെശക് പറ്റി. വാക്കുകൾക്കിടയിലെ ബറുവാജിയുടെ താളം തെറ്റി നെഞ്ചെടുപ്പ് ഞാൻ കേട്ടു. അതുകൊണ്ട് ഒരു മുൻകരുതൽ. You see that? Oh God! Oh, wait. Don't panic. നീ കാണിക്കുന്ന ആവേശത്തിന് പകരം ഈ പാവം ഗുരുമൂർത്തിയുടെ ജീവൻ കൊടുക്കുന്ന കഷ്ടമാണ്. ഷെട്ടി, നമ്മുടെ ഫോഴ്സിന്റെ പവർ ഇവനെ കാണിച്ചു കൊടുക്ക്. Kill him. ആറാം കരോ ബറുവാജി, ആറാം കരോ. 5 bullets. ഇതുകൊണ്ട് you can never break my heart. ചക്രപാണി, ഇനി അക്ഷരമറിയാത്ത എന്റെ അക്കാദമി അവാർഡ് വിന്നർക്ക് മുഹമ്മദ് സർക്കാരിനെ ജയിക്കാനുള്ള അവസരം. Come on, take him. Muhammad, no!
ഈ രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ഒരു എക്സ്ട്രാ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ള മുഹമ്മദ് സർക്കാർ നിനക്കും ദാ ഇവനും വിധിക്കുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ്. ടേക്ക് ഇറ്റ്. എന്താടാ എന്നെ കണ്ടിട്ട് നിനക്കൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? അവന് മാറ്റം ഉണ്ടാക്കാനാ നിന്നെ ഞാൻ മാസ്റ്ററായിട്ട് വെച്ചത്. അവൻ നിന്റെ മാറ്റി കളഞ്ഞു അല്ലേ? അവനെ കൂട്ടു നിൽക്കില്ല. വേണ്ടടാ, നിങ്ങൾ ആരും വേണ്ട, ഞാൻ മാത്രം മതി. ഗുരുവിനും ശിഷ്യനും തമ്മിൽ എന്തൊരു സ്നേഹം. ട്രെയിനിങ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. നിന്നെ പോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുവനെ അതേ സ്വഭാവമുള്ളവനെ കൊണ്ട് വേണം കൊല്ലിക്കാൻ. ഐ എം വെരി സോറി ദാസ്. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നവരെ ഞാൻ നിന്റെ ഈ കയ്യിൽ നിന്ന് വിടില്ല. നീ സ്നേഹിച്ച പെണ്ണ് ഞാൻ കാരണം നിന്നെ വിട്ടുപോയതിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്. ഉണ്ട്, എനിക്കറിയാം. നീ വന്നേ. എനിക്കിഷ്ടപ്പെട്ട ഒരുത്തനെ നിന്റെ കൈകൊണ്ട് നീ കൊല്ലണം. കൊല്ല്. കൊല്ല് ദാസ്. എന്തിനാ ആലോചിക്കുന്നത്? അന്ന് ഞാൻ ആ ഇൻഫോർമറെ കൊല്ലാൻ നിന്നോട് ഒരുപാട് പറഞ്ഞു, നീ കേട്ടില്ല. ഇന്ന് ഇവനെയും കൊല്ലാതെ വെറുതെ പോകാനാ നിന്റെ ഭാവോഗി. നിന്നെ ഞാൻ കൊല്ലും. ശരത്തെ,
താടി മിഴിച്ച് നോക്കണേ. എന്താടാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ എന്തിനാണ് നടുറോട്ടി കിടത്തി താണ്ടവാടണെന്ന് ആലോചിക്കാണോ? നീ പോലീസാക്കിയതേ ജെന്റിൽമാനെ അല്ല, മെന്റൽ മാനെ. ഇതുവരെ ഞാനേ ഇൻഫോർമർ ആയിരുന്നു, ഇനി ഞാൻ ട്രാൻസ്ഫോർമറാ. ട്രാൻസ്ഫോർമർ പൊട്ടി എന്താവും അറിയോ? മോളിന്ന് താഴെ വരെ ഉണ്ടാവും, അകത്തുള്ള സ്പെയർ പാർട്സ് ഒക്കെ ചെതറി ചെതറി തെറിക്കും. ഹൈ ക്ലാസ് ആണെങ്കിലേ സ്ഥലവും കാലവും ഒക്കെ നോക്കിയിട്ട് അടിക്കൂ. പക്ഷെ എന്നെ പോലെ ലോ ക്ലാസ് ആണെങ്കിലേ കൈ കിട്ടിയ അടിച്ച്, മന്ത്രിയാണെങ്കിലും തോന്നിയാസം കാണിച്ച തല്ലിക്കൊന്ന് കെട്ടിത്തുക്കും. പറഞ്ഞേക്കാം. നോക്കിയേ, നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ്. ഞാൻ മുഹമ്മദ് സർക്കാർ, റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമിതനായ പുതിയ പോലീസ് സൂപ്രണ്ട്. മതി. ഞാനിവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം. പ്ലീസ്. അല്ല മോനെ, അലവീനെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് കുറച്ചിലല്ലേ? മമ്മദേ, എന്നെ അറസ്റ്റ് ചെയ്യാൻ IG-യുടെ ഓർഡർ ഇല്ലായിരുന്നു. ഓ അങ്ങനെ. IG-യുടെ എക്സാക്ട് പേഴ്സണൽ ടെലിഫോണിക് ഓർഡർ എന്താണെന്ന് ഒരു പ്രതിപക്ഷ MLA-ക്ക് പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിനില്ല. എങ്കിലും പറയാം. ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ദാറ്റ്സ് ഓൾ. അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ക്രമസമാധാന തകർച്ചയോ പബ്ലിക് ന്യൂസൻസോ പേർപ്പസ്ഫുൾ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം. സോ ഐ എം വെരി സോറി. പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം. ക്രമസമാധാനം തകർന്നാലോ? തകർക്കുന്നെങ്കിൽ തകർക്കടേ. Purposeful provocation. ക്രമസമാധാനം തകർന്നു.
ആരും ഇല്ലേ? ഗുരുനാഥ, ഗുരുനാഥ, ആശാനെ, എന്താ ഇത്? എന്താ മണി? സക്കറിയ വന്നിരുന്നു. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോളെ. നിന്റെ വലം കൈയല്ലേ അവൻ. വേണ്ടായിരുന്നു ദേവാ ഇങ്ങനെ ഒരു ദക്ഷിണ. എന്റെ കർത്താവ്, ഇതാര്? ദേവേട്ടനാ. കൂടെ നിന്നിട്ടുണ്ട് ചില തമാശകൾക്കൊക്കെ. എന്റെ പെങ്ങളെയാ നീ കയറി പിടിച്ചത്. മനസ്സിലൊരു ഈശ്വര വിഗ്രഹം പോലെ കൊണ്ടുനടന്ന എന്റെ ആശാനെയാ നീ വെച്ചേക്കിനടാ നിന്റെ കയ്യും കാലും. നീ എന്നടാ പറഞ്ഞേ? എന്റെ കൈയും കാലും വെച്ചേക്കില്ലെന്നോ? കൈ വേണ്ട. മിസ്റ്റർ മാരാർ, നീയോ? നീ ജയിലിനകത്തുനിന്ന് എങ്ങനെ ഇറങ്ങിയെന്നായിരിക്കും. ജയിലിന്റെ ഒരു വാതിലും ഹൈദരുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല. മകന്റെ ചിതാഭസ്മവും കൊണ്ട് നാളെ കാശിക്ക് പോവാന്ന് കേട്ടു. പോകുന്നതിന് മുമ്പ് ഞാനെന്തെങ്കിലും പാരിതോഷ്യം തരണ്ടേ? അത്രയ്ക്ക് അടുത്ത ബന്ധമായിരുന്നല്ലോ നമ്മൾ തമ്മിൽ. രാംദാസ്, ഇങ്ങോട്ട് അടിക്കടോ ഇവനെ. മലയാളി എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് മുഖത്ത് തന്നെ അടിക്കേ. അന്ന് ജയിലിൽ വെച്ച് താൻ ഇയാളെ കൊണ്ട് എന്നെ അടിപ്പിച്ചു. ഒരു കണക്കും ഹൈദര് മറക്കില്ല.
അത് എന്റെ മകന്റെ ചിതാവസ്ഥമാണ്. അറിയാം. എന്നെ തൂക്കിയതിനു ശേഷം നിമഞ്ജനം ചെയ്യാൻ മകന്റെ ചിതാഭസ്മം സൂക്ഷിച്ച കാര്യം. കാശിയിൽ ഒഴുകേണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ. അതൊന്നും ചെയ്യരുത്. നോ, എന്ത് അയ്യോ, എന്റെ പോലെ പോലെ മിസ്റ്റർ മാരാരെ അയൽപക്കത്തുള്ള ആരോ ആണ് ഇവിടെ എത്തിച്ചത്. ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അല്പം ക്രിട്ടിക്കലാണ്. 48 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. അറ്റൻഷൻ മിസ്റ്റർ നരേന്ദ്ര ഷെട്ടി. എല്ലാം കേട്ടല്ലോ. എനിത്തിങ് റോങ് അബൌട്ട് യുവർ എൻഡ്? നത്തിങ്, യുവർ ഓണർ. Whatever the truth he has said is absolutely right, Your Honor. Your Honor, can I ask him one question? ഒരേ ഒരു ചോദ്യം. Carry on. Thank you. സത്യത്തിൽ ഈ ചോദ്യം മിസ്റ്റർ മുഹമ്മദ് ചോദിക്കേണ്ടതാണ്. മറന്നതാവും. ഞാൻ തന്നെ ചോദിക്കാം. നിങ്ങൾ റഹീം ഹാജിയുടെ കൊലപാതകം നേരിൽ കണ്ടു. ആൻഡ് took those photographs. Right? അതെ. പക്ഷേ റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. ഞാനാണോ? Is it me? അല്ല. That's all, Your Honor. Sir, he is lying. Try to prove it, Mr. Mohammed. ഷെട്ടി അല്ലെങ്കിൽ പിന്നെ ആരാടോ റഹീം ഹാജിയെ കൊന്നത്? ചക്രവാണി. ചക്രവാണി? Who the hell is he? Mr. Mohammed, control yourself. I am sorry, Your Honor. ആരാണ് ഈ ചക്രവാണി? ഞാനാണ്. ഞാൻ ചക്രപാണി, നാടക ഡയറക്ടർ. റഹീം ഹാജി കൊലക്കേസ് അതിസമർത്ഥമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കുറ്റവാളി പിടിയിൽ, പാവം ചക്രപാണി അകത്ത്. ഹാജിയാറെ കൊന്നു തള്ളിയ ഞാൻ പുറത്ത്. എന്നിട്ടും ഇന്ത്യൻ പീനൽ കോഡിന് ഷെട്ടി ഒന്നും തൊടാനാവുന്നില്ല. Why? That is money. Money makes power. Power manipulates everything. I'm so rich. Beyond your reach. നരേന്ദ്ര ഷെട്ടി തനിക്ക് പറ്റിയ പ്ലേമേറ്റ് അല്ല കുട്ടി. കുറ്റാന്വേഷണ വൈദഗ്ധ്യത്തിന് ഒരു പോലീസ് മെഡലും വാങ്ങി ചുമ്മാ ഷൈൻ ചെയ്ത് ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷൻ തലയ്ക്ക് പിടിച്ച് മുഹമ്മദ് സർക്കാർ IPS ഒരു സാധാ സ്ട്രീറ്റ് ഫൈറ്ററുടെ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് മഹാ നാണക്കേടാണെന്ന് പറഞ്ഞു കൊടുക്കണോ പണിക്കറ ഇയാളോട്? ഇറ്റ് ഈസ് ഓൺലി മസിൽ പവർ ആൻഡ് എനർജി. അത് കൂലിക്കെടുക്കാവുന്നേ ഉള്ളൂ.
That is what I do. Always. ഓൾവേസ് കണ്ടില്ലേ, തിരിഞ്ഞു നോക്കടാ. ഒരു തോക്കിന്റെ നിഴൽ കണ്ടാൽ ദാ ഇതുപോലെ ഞെട്ടി വിറയ്ക്കും നീ കൂലിക്കെടുത്ത മസിൽ പവർ. ഇന്ത്യൻ പീനൽ കോഡ് എന്ന ടെക്സ്റ്റ് ബുക്ക് പോക്കറ്റിൽ കാശുള്ള ഏത് ചെറ്റയ്ക്കും വിലയ്ക്ക് വാങ്ങും. അതിന് ദുർവ്യാഖ്യാനം ചമയ്ക്കാൻ കഴിയുന്ന നിയമജ്ഞരെയും കൂലിക്ക് കിട്ടും. ഏത് നിയമത്തിന്റെയും അന്തസത്തയായ ഈശ്വരൻ എന്ന സത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ തലമുറകളായി കൊന്നും കട്ടും നീയൊക്കെ സമ്പാദിച്ചു കൂട്ടിയതൊന്നും മതിയാവില്ല നരേന്ദ്ര. വർഷാവർഷം നോമ്പ് നോറ്റും ദിവസം 5 നേരം നിസ്കരിച്ചും മുടങ്ങാതെ ഈശ്വരനെ വിളിക്കുന്ന ഇന്ത്യൻ മുസൽമാനാണടാ ഈ മുഹമ്മദ് സർക്കാർ. അവൻ ഒരു വാക്കേ ഉള്ളൂ, ഒരു സാധാരണ ഭാരതീയന്റെ വാക്ക്. യെസ്, the D-Day is coming. Beware. I'll react on you. Good luck. എന്താടാ നീ ഇവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞോടാ. ഒഴിക്കുന്നു പറഞ്ഞു. എന്താ ആസിഡ് ഒഴിച്ച് എങ്ങനെ ഇരിക്കുന്ന അറിയോടാ? വാ മോനെ, കാണിച്ചു തരടാ. ആരടാ അത് എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചത്? എടാ പ്രിൻസിപ്പളെ, അവനെ മര്യാദയ്ക്ക് പുറത്തേക്ക് വിട്. എന്റെ മോനെ തല്ലാൻ മാത്രം അത്ര വലിയ റൗഡിയാണോ? ഇങ്ങോട്ട് ഇറക്കി വിടടാ. എന്താണ് വായി നോക്കി നിൽക്കുന്നത്? ഇറക്കി വിടടാ. എന്റെ മോനെ അടിക്കാൻ അവന് അത്ര ധൈര്യോ? ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എവിടെയാടാ പേടിച്ച് ഒളിച്ചു നിൽക്കുന്നത്? അവന് പുറത്തു വിടാൻ പറഞ്ഞില്ലേ? എവിടെയാടാ അവൻ? പുറത്തു വാടാ. ഞാനടിച്ചേ. എന്തിനാ അടിച്ചേ? തെറ്റ് ചെയ്തിട്ടാ ഞാൻ അടിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടാടാ MLA ആയത്. അവൻ എന്റെ മോനാ. അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ അടിക്കോടാ. അടിയടാ, അടിയടാ. കൈ എടുത്തിട്ട് സംസാരിക്കണം. കൈ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? അടിയടാ. എന്നാ അടിച്ചപ്പോ സ്റ്റുഡൻസ് എന്ന് ചിരിച്ചില്ലേ? അതേ സ്റ്റുഡൻസ് അവൻ ചാകുന്ന കണ്ട് കരയണം. സാറന്മാരെ, കുട്ടികളകത്തേക്ക് കൊണ്ടുപോ. അകത്തേക്ക് കൊണ്ടുപോകല്ലേ പറഞ്ഞ്?